ഓരോ ട്രീറ്റ്മെന്റും ഓരോ ടൈപ്പ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. കറക്റ്റ് ഒരു നോളേജ് ഇല്ലെങ്കിൽ ആ സലൂൺകാർ ഇതിനെല്ലാം ഒരു കെരാറ്റിൻ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. കാലിക്കറ്റിൽ തന്നെ ഒരു ടോപ്പ് 5 സലൂൺസ് എടുത്താൽ അതിൽ അഴകുണ്ട്. ഈ കോമ്പറ്റീറ്റേഴ്സിന് എന്താണ് അഴകിനെ ഡിഫറെന്റ് ആക്കുന്നത്? ഇൻസ്റ്റാഗ്രാം ശരണ്യയുടെ അക്കൗണ്ട്, അഴകിന്റെ അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസ് ആണ് ഫുള്ളായിട്ട്. അപ്പൊ ഈ സെലിബ്രിറ്റീസ് എങ്ങനെയാണ് ഈ അഴക് മേക്ക് ഓവർ സ്റ്റുഡിയോനെ പറ്റി അറിയുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതാണോ? എങ്ങനെയാണ് അവർ? പിന്നെ അനിക പറയുന്നത് ലൈക്ക് നമ്മളൊരു സിസ്റ്റർ അങ്ങനെയായി, കാരണം അത്രയും കണക്ഷൻ ആയി. അങ്ങനെ അനിക മാത്രമല്ല, അതിനുശേഷം പല സെലിബ്രിറ്റി അതിനുശേഷം വരുന്നതെല്ലാം ലക്കി. നമ്മൾ ആദ്യമൊക്കെ ഈ ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള ഇത് കേൾക്കലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കോസ്മെറ്റോളജിസ്റ്റും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്മെറ്റോളജിസ്റ്റുകൾ അവര് നിങ്ങൾക്കൊരു ത്രട്ടാവോ ബ്യൂട്ടീഷ്യൻസിന്? ഞാനും ചേതനയും വിചാരിക്കുകയാണ് നാളെ അഴക് പോലെ വേറെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ തുടങ്ങണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും? നമ്മളെ ഏരിയയിൽ നിന്ന് തന്നെ നമ്മളൊരു മലയാളി സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, അവര് വീട്ടിലെ ഇഷ്യൂ, പെട്ടെന്ന് പോകേണ്ടി വരും. ലീവ് എടുത്താൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. കോഴിക്കോട് ഒരുപാട് വേറെയും മേക്ക് ഓവർ സ്റ്റുഡിയോസ് ഉണ്ടല്ലോ. വൈ അഴക്? ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് വൈസ് അപ്പ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് 31 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന അഴക് ബ്യൂട്ടി പാർലറിന്റെ ഡയറക്ടറും ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റും കൂടിയായിട്ടുള്ള ശരണ്യ വിനാരാണ്. ഹലോ മാം, വെൽക്കം. ഹായ്. ഹായ്. അപ്പൊ ശരണ്യ, അഴക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ബ്യൂട്ടി പാർലർ, ഈ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ആവുന്നത്? ഓക്കെ, അഴകിനെ കുറിച്ച് ഞാനൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ. 31 ഇയേഴ്സ് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും 31 ഇയേഴ്സ് ഈ കുട്ടിയാണോ 31 ഇയേഴ്സിൽ നടത്തുന്നതെന്ന് വിചാരിക്കും. ഇല്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയാണ്. അഴക് ഫൗണ്ട് ചെയ്യുന്നത് അമ്മയാണ്. അമ്മ ആ ഒരു കാലത്ത് 1993 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാലത്ത് ആ സമയത്ത് ഉണ്ടായതിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പാർലറാണിത്. ഒരു ഹെർബൽ ബ്യൂട്ടി പാർലർ ആയിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പം അതൊരു 15 ഓൾമോസ്റ്റ് അമ്മയ്ക്ക് പറ്റുന്നോളം അമ്മ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രീതിക്ക് ക്ലിക്ക് ആയിട്ടുള്ള ഒരു സലൂണാണത്. സമയത്ത് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ആ ഫീൽഡിലേക്ക്. ഞാൻ എത്തിപ്പെട്ടതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ അന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അമ്മേൻ്റെ കൂടെ നിന്നിട്ടും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ചെറിയ പ്രായത്തിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയുണ്ടായിരുന്നത്. പിന്നെ അമ്മ ആ സമയത്ത് തന്നെ തുടങ്ങിയിരുന്നത് ഒരു അക്കാഡമി ഉണ്ടായിരുന്നു. അപ്പം പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ എനിക്കും ബെറ്റർ ഒരു നല്ലൊരു നോളജ് ആയിരുന്നു എനിക്കും കിട്ടിയിരുന്നത്. ശരണ്യ ബേസിക്കലി എന്താണ് പഠിച്ചത്? ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. BSc ഫിസിക്സ് എന്നാണ് ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റ്. അതെ അതെ. അമ്മ തന്നെ പഠിപ്പിച്ചതാണ്. അമ്മേന്റെ അടുത്ത് നിന്ന് ഞാൻ കോഴ്സ് കഴിഞ്ഞത് ഒരു +2 ആയപ്പോഴാണ്. +2 ആയപ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞു, സർട്ടിഫൈഡ് ആയി. പക്ഷെ അപ്പോഴും ഞാൻ അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു പാരന്റിങ് അമ്മേനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു മക്കളെ ആവശ്യമാണല്ലോ. ഓക്കെ, നമ്മൾ ആ സമയത്ത് വേറെ സ്റ്റാഫിനെ വെച്ചിട്ടോ അതിനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പം ഉള്ളത് നമ്മൾ എല്ലാ ഫാമിലി, നമ്മൾ 4 പേരും തുടക്കം. ഇതിന് ശേഷം ഞാനൊരു എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞു, ഞാൻ വേറൊരു ജോലി കയറി. കല്യാണം ആയപ്പോഴാണ് എൻ്റെ ഈ ഒരു മൂവിങ് ഉണ്ടായിരുന്നത്. കല്യാണം ഇപ്പം എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, ലൈക്ക് ഞാൻ ആ സമയത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കിനോട് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചത്, നിനക്കത് ഏറ്റെടുത്തൂടെ എന്നുള്ളത്. കാരണം അതൊരു ഓൾറെഡി അഴക് നല്ല രീതിക്ക് പോകുന്നതല്ലേ. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ നീ അത് ഏറ്റെടുക്ക്. അങ്ങനെയാണ് ഞാൻ അഴകിനെ ഏറ്റെടുക്കുന്നതും അഴക് ബ്യൂട്ടി പാർലറിനെ അഴക് മേക്ക് ഓവർ സ്റ്റുഡിയോ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, എനിക്ക് അവിടെയാണ് ഒരു ഡൗട്ട് ഉള്ളത്. ഈ സലൂൺ ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്, മേക്ക് ഓവർ സ്റ്റുഡിയോ, ഇങ്ങനെ പല ടൈപ്പ് സാധനം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ ഏതാണ് ഏറ്റവും ലൈക്ക് നമ്മളൊക്കെ പോകേണ്ടത് ഇതിലാണ്? ഇല്ല, അങ്ങനെയല്ല. ഇതെല്ലാം എന്താ പറയാ, ഇപ്പം ബ്യൂട്ടി പാർലർ പറയുന്നത് ഒരു പണ്ടുള്ളൊരു
സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് ബ്യൂട്ടി പാർലർ എന്ന് വെച്ചാൽ ഇപ്പോഴും പല ആൾക്കാർക്കും അറിയുന്നത് ബ്യൂട്ടി പാർലർ എന്നുള്ള പേരിൽ തന്നെയാണ്. ബ്യൂട്ടി പാർലറിലാണ് പോകേണ്ടത്. സലൂൺ വേറെന്തോ സാധനമാണ്. സലൂൺ വന്നത് ഒരു കുറച്ച് ജനറേഷൻ ആയപ്പോഴാണ് അതൊരു ഹൈലൈറ്റിംഗ് ആയി മാറി. എൻ്റെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് ഞാൻ ആ പേരിടാൻ കാരണം എനിക്കൊരു ക്ലയൻറ്റിനെ കിട്ടുമ്പോൾ ഞാൻ അവരെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. മെയിനായിട്ട് അതാണ് ഞാൻ ആ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇട്ടിരിക്കുന്നത്. ഇപ്പം ഈ അമ്മ ചെയ്തുകൊണ്ടിരുന്ന അല്ലെ അമ്മ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ആ ടൈമിൽ അപ്പം അതായത് ഈ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറി കോഴ്സ് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ്, എന്നാലും ഒരു ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയായിരിക്കും ആ ഒരു ടൈമിൽ? മെയിനായിട്ട് ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത് ഏറ്റെടുത്ത സമയത്ത് നമ്മൾ പഠിക്കുക ഇപ്പം എന്താണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ എന്താണ് ഇപ്പം മുന്നോട്ട് നിൽക്കുന്നത്, ഹെയർ ആണോ സ്കിന്നാണോ, അതിനെക്കുറിച്ച് കൂടുതലും പഠിക്കുക, ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ ആഡ് ചെയ്യുക. ഇതൊക്കെയാണ് ആ സമയത്ത് ഞാൻ പ്രോബ്ലത്തിൽ ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് അത് എനിക്ക് എടുത്തു പറയേണ്ട ആവശ്യം, കാരണം എൻ്റെ എല്ലാ മൂവിങ്ങിലും അവരാണ് ഉണ്ടായിരുന്നത്. അപ്പം അവരും എനിക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു. നല്ല രീതിക്ക് സ്റ്റാഫിനെ ബെസ്റ്റായിട്ട് അവർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തു. പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ അത്രയും വിചാരിച്ചിട്ടില്ല. ഇപ്പോ ഹെയർ സലൂൺ എന്തോ സംതിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഹെയർ കെയറിന്റെ അല്ലെങ്കിൽ ഹെയർ സലൂൺ എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പല ടൈപ്പ് ട്രീറ്റ്മെന്റ്സും വരുന്നുണ്ടല്ലോ ഓവർ ദ ടൈം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മറ്റേ കെരാറ്റിൻ, പിന്നെ ഇപ്പോൾ ബോട്ടോക്സ്, പിന്നെ ഇപ്പോൾ നാനോപ്ലാസ്റ്റിക്. അപ്പോൾ ഈ ട്രെൻഡ്സ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയിപ്പം എന്ത് ട്രെൻഡാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ട്രെൻഡ്സ് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഓക്കെ, നമ്മൾ അഴകിൽ പറയുന്നത് സ്കിൻ, ഹെയർ, മേക്കപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടുവന്നത് സ്മൂത്തനിങ് പറഞ്ഞ ഒരു ടെക്നിക്ക് മാത്രമായിരുന്നു. അതിൽ നിന്ന് നേരെ കെരാറ്റിനിലേക്ക് വന്നു. സ്മൂത്തനിങ് ഇപ്പോഴും ബെസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കെരാറ്റിൻ പറയുന്നതിൽ ഒരുപാട് വേർഷൻസ് വന്നു. ഇതിൽ സിസ്റ്റീൻ ട്രീറ്റ്മെന്റ്, നാനോപ്ലാസ്റ്റിയ, ക്യൂഡി, ബോട്ടോക്സ്, ഒരുപാട് ട്രീറ്റ്മെന്റ് ഇതെല്ലാം ശരിക്കും സ്മൂത്തനിങ്ങിന്റെ തന്നെ അല്ല. ഓരോ ട്രീറ്റ്മെന്റും ഓരോ ടൈപ്പ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാ. അപ്പൊ നമ്മളൊരു സലൂണിൽ പോകുമ്പോൾ കറക്റ്റ് ഒരു നോളേജ് ഇല്ലെങ്കിൽ ആ സലൂൺകാർ ഇതിനെല്ലാം ഒരു കെരാറ്റിൻ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ട്രീറ്റ്മെന്റ് എല്ലാം ഇപ്പൊ സിസ്റ്റീൻ ട്രീറ്റ്മെന്റ് പറയുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് എന്ന രീതിയിലല്ല അവര് എടുക്കുന്നത്. നോർമലി എനിക്ക് തോന്നിയത് എന്ത് പുതിയ ട്രീറ്റ്മെന്റ് വരുമ്പോഴും അത് ചെയ്യാനുള്ള ഒരു ഇപ്പൊ നമ്മളാണെങ്കിൽ ചിലപ്പം നാനോപ്ലാസ്റ്റിയ ട്രെൻഡ് കണ്ടുകഴിഞ്ഞാൽ ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം. യെസ്, അതെന്തായാലും അത് എത്ര കാലം മുന്നോട്ട് പോയാലും ആ ഒരു സംഭവം മുന്നോട്ട് പോകും. എന്താ വെച്ചാല് ഇപ്പം ചിത്തിര ഹെയറിലൊരു ബോട്ടോക്സ് ചെയ്തു. ചിത്രയുടെ ഫ്രണ്ടാണ് ഞാൻ. നല്ല ഭംഗിയുണ്ട് ചിത്രയ്ക്ക്. ഓക്കെ, അപ്പൊ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ആരും ചിന്തിക്കും. അപ്പൊ എനിക്ക് പക്ഷെ ആ റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പൊ അഴകില് വരുന്ന ഒരു ക്ലയന്റിന് എങ്ങനെയാ ഇപ്പം ശരണ്യ എന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് ഈ ഹെയർ ടൈപ്പ്? അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു കൺസൾട്ടേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വരുന്ന ക്ലയന്റിനെ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യും. സ്കിന്നിന് വരുന്നതാണെങ്കിലും ഹെയറിന് വരുന്നതാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് അവരെ ഹെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവരെ ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ ആണെങ്കിലും അവരെ ഹെയറിനുള്ള കുറിച്ചിട്ടും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ക്ലയന്റ് ചെയ്യുന്നതിന് മുന്നേ അവരത് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഐഡിയ കിട്ടിയതിനു ശേഷം അവരെന്നെ ചൂസ് ചെയ്യും ബെസ്റ്റ് ആണ്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ക്ലയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ശരണ്യയുടെ അക്കൗണ്ട്, അഴകിന്റെ അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസ് ആണ് ഫുള്ളായിട്ട്. അപ്പൊ ഈ സെലിബ്രിറ്റീസ് എങ്ങനെയാണ് ഈ അഴക് മേക്ക് ഓവർ സ്റ്റുഡിയോനെ പറ്റി അറിയുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതാണോ? എങ്ങനെയാണ് ഒരിക്കലും. കാരണം ഞാൻ പറയാൻ കാരണം കോഴിക്കോട് ഒരുപാട് വേറെയും മേക്ക് ഓവർ സ്റ്റുഡിയോസ് ഉണ്ടല്ലോ. വൈ അഴക്? സ്റ്റാർട്ടിങ്ങിൽ അമ്മേന്റെ തന്നെ തിരിച്ച് നമുക്ക് പോവാം. അമ്മ നടത്തിയ സമയത്ത് തന്നെ കനിഹ, പിന്നെ ബിന്ദു പണിക്ക്, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാമ്പഴ അവരൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പം എനിക്കറിയില്ല, മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് അവരൊക്കെ വരുന്നുണ്ട്. അപ്പം അനിക പറയുന്ന നമ്മളൊരു മാതൃഭൂമിന്റെ ഞാൻ മാതൃഭൂമിയിൽ ഗൃഹലക്ഷ്മിക്കൊക്കെ വർക്ക് എടുക്കാറുണ്ട്. അപ്പം ആ സമയത്തായിരുന്നു അനികനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നത്. മീറ്റ് ചെയ്ത് ഞാൻ
ലൈക്ക് ഹെയർ കണ്ട് എനിക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ് ഒരാളെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അവർക്ക് അത് ഇംപ്രസ്ഡ് ആയിട്ട് നെക്സ്റ്റ് ഡേ സലൂണിലേക്ക് വരിക ചെയ്തത്. അവർ തന്നെയായിരുന്നല്ലേ ഇനോഗ്രേഷൻ? അതെ അതെ. പിന്നെ അനിക പറയുന്നത് ലൈക്ക് നമ്മളൊരു സിസ്റ്റർ അങ്ങനെ ആയി, കാരണം അത്രയും കണക്ഷൻ ആയി. അങ്ങനെ എന്റെ എല്ലാ അതിനുശേഷം വരുന്നതെല്ലാം ലക്കി നമ്മൾ അഴകിനെ കുറിച്ചിട്ട് അറിഞ്ഞു വരുന്ന. കാരണം ഇപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ, ഇപ്പം അഴകിന് തന്നെ ഉണ്ട് ഒരു സോഷ്യൽ മീഡിയ പേജ് ഒക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ DIY കുറെ ഹെയർ കെയർ, സ്കിൻ കെയർ, പിന്നെ ഹെയർ കളറിംഗ് ഒക്കെ തന്നെ DIY ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഇപ്പൊ സലൂൺ ഇൻഡസ്ട്രീനൊക്കെ ശരിക്കും ആ ഒരു സംഭവം എഫക്ട് ചെയ്യും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം സലൂൺ പ്രൊഡക്റ്റ് അല്ല അവർ സജസ്റ്റ് ചെയ്യുന്നത്. അവർ മീൻസ് ഞാൻ ഇപ്പം ചെയ്യുന്ന എൻ്റെ ഫേസിന് പറ്റിയതും എൻ്റെ സ്കിൻ ഹെയറിന് പറ്റിയതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അത് മറ്റൊരാൾക്ക് പറ്റും ഞാൻ ഒരിക്കലും പറയില്ല. ഇതുപോലെ തന്നെയാണ് ആ ഒരു ഇൻഫ്ലുവൻസർ അവരെ ഫേസിന് പറ്റിയതും അവർക്ക് പറ്റിയ ഓപ്ഷൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. നമ്മൾ സലൂണായിട്ട് ഒരു ബന്ധവുമില്ല. സലൂണിൽ ഇപ്പം പറഞ്ഞല്ലോ ഓരോരുത്തർ സ്കിന്നും ഹെയർ ഒക്കെ നോക്കിയിട്ട് ഓരോ ട്രീറ്റ്മെന്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സലൂൺസും ശരിക്കും ഇപ്പം കുറെ സ്കിൻ ക്ലിനിക്സ് വരുന്നില്ലേ? അപ്പം അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് സ്കിൻ ക്ലിനിക്ക് പറയുന്നത് ക്ലിനിക്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സലൂണിൽ ചെയ്യുന്നില്ല. സ്കിന്നിന് ഡീപ്പായിട്ട് പോയി ചെയ്യുന്നതാണ് ക്ലിനിക്കലായിട്ട് ചെയ്യുന്നത്. സ്കിന്നിന്റെ ഔട്ടർ പോർഷൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് സലൂണിൽ ചെയ്യുന്നത്. ഇതിൽ പലതും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം ഹൈഡ്രോഫേഷ്യൽ ആണെങ്കിൽ ഡീപ്പായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് സ്കിന്ന് മനസ്സിലാക്കി സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫിനോ അതിന് ഇപ്പം എനിക്കാണെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേതന സ്കിൻ ക്ലിനിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗുള്ള ആളുകൾ അല്ലെങ്കിൽ ഡോക്ടർമാർ അവരുടെ എണ്ണം ഇപ്പം കൂടുതൽ. നമ്മൾ ആദ്യമൊക്കെ ഈ ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള ഇത് കേൾക്കലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കോസ്മെറ്റോളജിസ്റ്റും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്മെറ്റോളജിസ്റ്റുകൾ അവര് നിങ്ങൾക്കൊരു തട്ടാവോ ബ്യൂട്ടീഷ്യൻസിന്? ഒരിക്കലില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കൊരിക്കലും ആരും നമ്മളെ തട്ടിപ്പോവില്ല. ഞാനെടുത്ത കോഴ്സ് കോസ്മെറ്റോളജി ആണ്. അപ്പം എനിക്കങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നില്ല. പിന്നെ കോസ്മെറ്റോളജി പറഞ്ഞ കോഴ്സിൽ വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഡെന്റൽ കോസ്മെറ്റോളജി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് എന്തിനുള്ള കോസ്മെറ്റോളജിയാണ് നമ്മൾ ആദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് ബിസിനസ് സംസാരിക്കാം അല്ലേ? ഞാനും ചേതനയും വിചാരിക്കുകയാണ് നാളെ അഴക് പോലെ വേറെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ തുടങ്ങണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എവിടെ സ്റ്റാർട്ട് ചെയ്യും? വല്ലാത്തൊരു ചോദ്യമായി പോയി. കാരണം അതിലൊരു വലിയൊരു ഭാഗം പറയുന്നത് ഞാൻ അമ്മേൻ്റെ നിന്ന് ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ളൊരു ഞാനും ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്ന സേവിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് അവിടുത്തെ ആംബിയൻസും കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ക്ലയൻസും വന്നു തുടങ്ങിയത്. ഇതില് ഓൾറെഡി എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു. പുതിയതായിട്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ തുടങ്ങണമെന്ന് വെച്ചാല് മെയിനായിട്ട് ലൈസൻസിന്റെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ ലൈസൻസ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മെയിനായിട്ട് കോർപ്പറേഷൻ ലൈസൻസും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ലൈസൻസും ആണ് വേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ പുതിയൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷനും സിറ്റി സെലക്ഷനും റെന്റൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര കീനായിട്ട് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, അത് നിങ്ങളുടെ ടേക്ക് എന്താണ് അതിൽ? നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ടൗണിലാണ്. അപ്പം ടൗൺ നമ്മൾ പെട്ടെന്ന് ക്ലയൻസിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ. ശരിക്കും ഒരു പ്രൈം ലൊക്കേഷൻ ആണല്ലോ. അതെ അതെ, നമ്മൾ പെട്ടെന്ന് ക്ലയൻസിന് എത്തിപ്പെടണം. അതുപോലെ നമ്മൾ പറയാൻ പറ്റിയ ലൊക്കേഷൻ നമുക്ക് എപ്പോഴും പറയാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഏരിയ. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്കുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഓപ്പൺ ആവാതൊക്കെ. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പാർക്കിംഗ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിംഗ്. ഓക്കെ,
ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഞാനും ചേതനയും കൂടി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഒരു 5 കാര്യം എന്തൊക്കെയായിരിക്കും ദാറ്റ് വി ഷുഡ് ബി കീൻലി സെലക്ട്? 5 കാര്യങ്ങൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, പാർലർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണം. അതായത് സ്റ്റൈലിസ്റ്റ് മസ്റ്റ് ആയിട്ടും. സ്റ്റൈലിസ്റ്റ് അല്ല, നമ്മൾ ഓണേഴ്സും അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്ന ആ ഒരു വ്യക്തി ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കാതെ തുറന്നു കഴിഞ്ഞാൽ അതേപോലെ കൂട്ടേണ്ട അവസ്ഥയായിട്ട്. കാരണം സ്റ്റാഫിന് എങ്ങനെ വേണമെങ്കിലും അത് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ബേസിക് കോഴ്സ് എടുക്കുക. കോഴ്സ് എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഞാൻ കോഴ്സ് എടുത്തതിന് ശേഷം എനിക്ക് ഹെയർ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. ഞാൻ ഹെയറിൽ കുറച്ചും കൂടി അഡ്വാൻസ് സ്റ്റഡീസ് എടുത്തു. അതിനുശേഷം സ്കിന്നിലേക്ക് എടുത്തു. അങ്ങനെ ലൈക്ക് നമുക്ക് എല്ലാത്തിനും ഇൻഡിവിജ്വൽ കോഴ്സുകളുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ക്ലയൻസ് വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിരുന്നു. അപ്പം സെക്കൻഡ് തിങ്, നമ്മൾ അതിൻ്റെ അഡ്വാൻസ് എടുക്കുക. തേർഡ് തിങ്, ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുക. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ നല്ലൊരു ക്യാരക്ടർ. ഓക്കെ, നമ്മളെങ്ങനെ കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആക്ച്വലി കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ നെയിൽ സ്റ്റുഡിയോസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം പൊതുവേ ഉള്ള എന്താ വെച്ചാൽ കൊച്ചിയിൽ കൂടുതലായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു കേട്ടോ. അത് അതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് ലൈക്ക് കാലിക്കറ്റ് ഇപ്പം അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല, കൊച്ചിയിലൊക്കെയാണ് അതുള്ള അങ്ങനെ ഒരു ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. നെയിൽ സ്റ്റുഡിയോ ആക്ച്വലി കാലിക്കറ്റ് ക്ലിക്ക് ആവാണ്ട് ഒന്നുമില്ല. ക്ലയൻസ് വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് അവൈലബിൾ അല്ല. കാരണം നമ്മളിപ്പോൾ സ്റ്റാഫിനെ എടുക്കുന്നോളം നമുക്ക് വീണ്ടും വീണ്ടും മാറ്റേണ്ട ആവശ്യം വരുന്നത്. നല്ല ഇപ്പം ബ്ലൂ സ്കൈ ഒക്കെ നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ അത് ചെയ്യാൻ അറിയുന്ന ഒരു സ്റ്റാഫിന്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഒരു ക്ലാസ് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് പഠിച്ചെടുക്കാൻ എന്തായാലും 1 year എടുക്കും. അവരെ ബെറ്റർ ആക്കി എടുക്കുക. പിന്നെ അപ്പോഴത്തേക്ക് നെക്സ്റ്റ് അങ്ങനെ റണ്ണിങ്. ഇത് നമുക്ക് കാലിക്കറ്റിൽ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഫ്ലോർ ആയിട്ട് വരണമെങ്കിൽ സമയം എടുക്കും. അതേപോലെ ഈ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ തന്നെ പല ഫ്രണ്ട്സിൻ്റെയും വെഡിങ് ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. അപ്പം അവർ ശരിക്കും ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോന് ഒരു ത്രെട്ടായിട്ട് മാറില്ലേ? ത്രെട്ടല്ലേ ശരിക്കും? ആക്ച്വലി ഫ്രീലാൻസിന് അവർ ചെയ്യുന്നില്ല എന്നല്ല, അവർ ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് നമുക്ക് എടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ അവർ പഠിക്കുന്ന മിക്ക ആൾക്കാരും യൂട്യൂബ് നോക്കിയിട്ടാണ്. യൂട്യൂബില് കുറേ നോളജ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, മേക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിന്ന് പിന്നെ നല്ലൊരു എന്താ പറയാ, പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകില്ല. നമുക്ക് സലൂൺ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്ന റേറ്റും നമ്മൾ പറയുന്ന റേറ്റിലുമാണ്. നമ്മൾ അതിനായിട്ടുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടായിരിക്കും ആ റേറ്റ് പറയുന്നത്. അവർ ഡയറക്റ്റ് പോയിട്ടായിരിക്കും പ്രൊഡക്റ്റ് നോക്കിയിട്ടായിരിക്കും. പിന്നെ പ്രൊഡക്ട്സിലും അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും ഫ്രീലാൻസേഴ്സ് എടുക്കുന്നത്? ഇല്ല, ഫ്രീലാൻസ് എടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് എന്നല്ല. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ചില ആൾക്കാർ ഇപ്പം ബിഗിനേഴ്സ് ഒക്കെ ചിലപ്പം അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല അവരുടെ കയ്യിലുണ്ടാവുക. അപ്പം ഞാനൊക്കെ എൻ്റെ ബ്രദർ ഓസ്ട്രേലിയ, അപ്പം അവിടുന്ന് കൊണ്ടുവരാം. ബ്രദർ വരുന്ന സമയത്തൊക്കെ അവിടുന്ന് കൊണ്ടുവരാം. പക്ഷെ അത് ശരിക്കും ഇന്ത്യൻ സ്കിൻ ടോണിനോ അല്ലെങ്കിൽ ഹെയറിനൊക്കെ മാച്ച് ആവുന്ന അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് എടുക്കാം. പിന്നെ ഇപ്പം ഫ്രീലാൻസിന് ഇപ്പം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം അവർക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഒരു ഹുദ ബ്യൂട്ടീൻ്റെ പ്രൊഡക്റ്റ്. ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റും സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റും ഡിഫറെന്റ് ആയിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഒരു ഗേള് പർച്ചേസ് ചെയ്യാൻ നമ്മള് ആൾക്കാർ വിശ്വസിക്കുകയാണ് ആ പ്രൊഡക്റ്റ് ഒക്കെ അത് ഒറിജിനൽ ആണ്, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ പ്രൊഡക്റ്റ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പം സോഷ്യൽ മീഡിയ ഇപ്പം നമ്മൾ പറഞ്ഞു ഫ്രീലാൻസേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പം അഴകിൻ്റെ സോഷ്യൽ മീഡിയയും ആക്ച്വലി നല്ല ആക്റ്റീവാണ്. ഞാൻ പേജസ് കണ്ടിട്ടുണ്ട്.
അപ്പൊ അതില് എങ്ങനെയാ, അത് ത്രൂ എങ്ങനെയാണ് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇത് പൊതുവേ ചെയ്യാറ്? പെയ്ഡ് ആഡ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ആക്ച്വലി അഴകിന്റെ പേജിൽ ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന വീഡിയോസിൽ ഇപ്പം വ്യൂവേഴ്സ് കയറിയിട്ടുള്ളത് മെയിനായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പം ഓട്ടോമാറ്റിക് നമ്മളിപ്പം ഒരു ആൾ കാണുമ്പം ഇൻഫോർമേറ്റീവ് വീഡിയോ, അതാണ് മെയിനായിട്ട് അഴകിന്റെ പേജ് മുന്നോട്ട് വന്നത്. പിന്നെ ഇൻ ബിറ്റ്വീൻ സെലിബ്രിറ്റീസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായാലും വ്യൂവേഴ്സ് കയറും. ഇത് ആരെയാ മാനേജ് ചെയ്യാറ്? ശരണ്യ തന്നെയാണോ? ലൈക്ക് എഡിറ്റിംഗ് ഞാനും ഹസ്ബൻഡും കൂടിയാണ്. എഡിറ്റിംഗ് ഞാനാണ്, പോസ്റ്റിംഗ് ഹസ്ബൻഡാണ്. ഈ ബ്യൂട്ടി പാർലർ ഇൻഡസ്ട്രി നമ്മൾ ചെറിയൊരു റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പോൾ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ ബ്യൂട്ടി പാർലറുകൾ ഓൺ എ മന്ത്ലി ബേസിസ് ഒക്കെ കോഴിക്കോട് വരുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ ചുരുക്കം മാത്രമാണ് ഒരു 1 ഇയർ എങ്കിലും ക്ലിക്കായി പോകുന്നത്. അതിലും ചുരുക്കമാണ് ഒരു 5 ഇയർ ഒക്കെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ കേസിൽ ഇപ്പം 31 വർഷമായി അമ്മ തുടങ്ങി വെച്ചാൽ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റനിലേക്ക് വെച്ചുകൂടാ. ഞങ്ങൾ ബ്യൂട്ടി പാർലർ ലോഞ്ച് ചെയ്തു. ഇനി ഇതിനെങ്ങനെയാണ് സ്കെയിൽ ചെയ്യുക, എങ്ങനെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവരും, ഇതിനെ ഫർദർ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്തൊരു ബ്രാഞ്ചിലേക്കൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക? ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഇപ്പം അമ്മ അന്ന് ചെയ്തിട്ടുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങുക എന്ന് വെച്ചാൽ അമ്മ ആദ്യം ഒരു റൂമിൽ ഒരു ചെയറും ആ ചെയറിന് തന്നെ ബെഡാക്കാൻ പറ്റുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഒന്ന് ഡെവലപ്പായി. നമ്മൾ ആദ്യമേ വലുതൊന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതെന്തിനാ? ശരിക്കും നമ്മളിപ്പം ഒരു ചെറുതിൽ നിന്ന് നമുക്ക് ആദ്യം സേവിങ്സ് ഉണ്ടാക്കി വെക്കാം. സേവിങ്സ് ഉണ്ടാക്കിയതിനു ശേഷം അതൊന്നും കൂടെ ഒന്ന് സ്റ്റെപ്പ് ഓൺ ചെയ്യുക. പിന്നെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് ഞാൻ പഴയ അഴക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പഴയ അഴകെന്ന് പറയാനില്ല, അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അഴക് അവിടുന്ന് നിന്ന് ഇപ്പം സരോവരം പുതിയ ബ്രാഞ്ച് തുടങ്ങിയത്. ഇനി പുതിയ ഒരു ലൊക്കേഷനിൽ പുതിയൊരു ബ്രാഞ്ച് എടുത്ത് തുടങ്ങാം. ഞാൻ ആദ്യം സരോവരം ബ്രാഞ്ച് ഒന്ന് ക്ലിക്ക് ആക്കിയതിന് ശേഷമാണ് സെക്കൻഡ് ഒരു ഓപ്ഷൻ നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും എത്തിപ്പെടാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കും അഴകൊടിയും സരോവരം തൊട്ടടുത്തല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാല് എനിക്ക് എത്തിപ്പെടാൻ എൻ്റെ ക്ലയൻസ് പറയുന്നത് എന്നെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പം എന്നെ വിശ്വസിച്ച് വരുന്ന ക്ലയന്റിന് എന്നെ കാണേണ്ടി വരും, എന്നോട് സംസാരിക്കേണ്ടി വരും. അഴകൊടിയിൽ നിന്ന് സരോവരത്തേക്ക് ഓടാൻ എനിക്ക് പറ്റുന്ന ഡിസ്റ്റൻസ് ഞാൻ നോക്കുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു സലൂൺ തുറക്കുകയാണെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഓപ്ഷൻ. ഇപ്പം നോർമലി നമ്മൾ സലൂൺസിൽ പോകുമ്പം ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്റ്റാഫ്. അപ്പം അത് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ കൂടുതൽ അങ്ങനത്തെ പുറത്തുനിന്നുള്ള ആൾക്കാരാണോ സ്റ്റാഫ് ആയിട്ടുള്ളത്? എങ്ങനെയാണ് അവരിത് ഹയറിങ്? ശരിയാണല്ലോ, ഈ ബ്യൂട്ടി പാർലർ സലൂണിലൊക്കെ അധികം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. മലയാളികൾ പൊതുവെ കുറവാണ്. ഈ സാലറിന്റെ ഒരു ഡിഫറൻസ് വിചാരിച്ചിട്ടാണോ അല്ല ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്? അങ്ങനെ രണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് ഇനി പഴയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ പണ്ടൊരു സലൂൺ നമ്മൾ അമ്മേൻ്റെ പാർലർ തുറന്ന സമയത്ത് ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയം ഇവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളെ ഏരിയയിൽ നിന്ന് തന്നെ നമ്മളൊരു മലയാളി സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, അവരെ വീട്ടിലെ ഇഷ്യൂ, പെട്ടെന്ന് പോകേണ്ടി വരും. ലീവ് എടുത്താൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നമ്മളൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റാഫിൻ്റെ അടുത്ത് അത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെ നമ്മൾ എടുക്കണം. അതിന് ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളുണ്ട്. ഹെയർ സ്റ്റൈലിസ്റ്റ് തന്നെ ഉണ്ട്, സ്കിൻ സ്റ്റൈലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം അവരെടുക്കണമെങ്കിൽ നമ്മൾ അവരെ കുറിച്ചിട്ട് എന്താ പറയുക, അവർ ഓൾറെഡി അതിൻ്റെ നോളേജ്, അവരെ കോഴ്സ് കഴിഞ്ഞതാണോ, സർട്ടിഫൈഡ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവരെടുക്കുന്നത്. അവരെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫുൾ ടൈം കിട്ടുന്നുണ്ട്. അവരുടെ സാലറി നല്ല സാലറി ആയിരിക്കും. നല്ലൊരു സ്റ്റൈലിസ്റ്റിന് മിനിമം ഒരു
40,000 എന്തായാലും വേണം. 40-50,000 ഉള്ള സാലറി 1 lakh വരെ ചോദിച്ച സ്റ്റാഫ് ഉണ്ട്. കാരണം അവർ എടുക്കാൻ തയ്യാറാണ്. ഈ പുതിയ ആളുകളെ ഹയർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഹയറിംഗിന്റെ ആഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാണോ? എങ്ങനെ എവിടെ ആഡ് ഇടാറുണ്ട്. എൻ്റെ പേജിൽ തന്നെ ആഡ് ഇടാറുണ്ട്. കാരണം എൻ്റെ പേജിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു സ്റ്റൈലിസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെയും പോകുന്നുണ്ട്. അത് കൂടാതെ ഇവര് പ്രീമിയം സലൂണിന്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിലും ആഡ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ മെയിനായിട്ട് നമ്മൾ സ്റ്റാഫിൽ നിന്ന് മറ്റൊരു സ്റ്റാഫിനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ വരാറുണ്ട്. പൊതുവേ ഈ ലൈക്ക് സൗത്ത് ഇന്ത്യനേക്കാൾ ആ സൈഡിലുള്ളവരാണ് ഈ കോഴ്സും ഇതിലേക്ക് ഒരു സൗത്ത് ഈസ്റ്റ് കോഴ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഇപ്പൊ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു കോസ്മെറ്റോളജി കോഴ്സ് കഴിഞ്ഞു, പക്ഷെ അതിൽ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ച ഹെയറിന്റെ സെപ്പറേറ്റ് കോഴ്സ് എടുക്കാനും സ്കിന്നിന്റെ സെപ്പറേറ്റ് കോഴ്സ് എടുക്കാനുമാണ്. അതുപോലെ ഒരു എല്ലാവരും ട്രൈ ചെയ്യുന്നില്ല. ഇപ്പം ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് പറയുമ്പം അവർ ഹെയറിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതുതായിട്ട് ഒരാൾ വന്നാൽ നിങ്ങളുടേതായിട്ടുള്ള ട്രെയിനിങ് പിന്നെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നമ്മളൊരു സ്റ്റാഫിന് നമ്മളിപ്പോൾ ഒരു 40,000 കൊടുത്ത് സാലറി കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ നോളജ് ഉണ്ടെങ്കിലും നമ്മൾ സലൂണിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അതിന്റെ ടെക്നീഷ്യൻ വന്നിട്ടും നമ്മൾ പുറത്തുനിന്ന് ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നിട്ടും നമ്മൾ എന്തായാലും അതിന് ഒരു ബെസ്റ്റ് ട്രെയിനിങ് കൊടുക്കും. അത് ആ പ്രൊഡക്റ്റിനെ പറ്റിയും ആ പ്രൊസീജിയറിനെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും വേണ്ടി വരും. അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? സെൽഫായിട്ടും കൊടുക്കും. ഓക്കെ. ഒരു ക്ലയന്റ് വരുമ്പം അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ സ്റ്റാഫിനും അതിൽ ഒരു നോളജ് ഉണ്ടാക്കും. ആ ഹെയർ ഇങ്ങനെയാണ്, സോ ഇതുപോലെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ശരിക്കും ഈ സ്റ്റാഫ് റിട്ടൻഷൻ എങ്ങനെയാണ്? അത് നിങ്ങൾക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കിട്ടാറുണ്ടോ, അല്ല ഒരു കുറച്ച് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ചട്ടപ്പായി പോയി പോകുന്ന പ്രശ്നം? രണ്ടും ഉണ്ട്. കാരണം എൻ്റെ സലൂണിലിപ്പം ഒരു 4-5 years വരെ നിന്ന സ്റ്റാഫും ഉണ്ട്, 1 monthനുള്ളിൽ പോയ ആൾക്കാരും ഉണ്ട്, 1 year വരെ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഡിപ്പെൻഡ് ആണ് അത്. ഇപ്പം കൂടുതലായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ വരുമ്പം ക്ലയൻസ് വരുമ്പം ഡിമാൻഡ് ചെയ്യുന്ന സർവീസ് എന്താണ്? ഇപ്പം ഒരുപാട് സർവീസസ് ഉണ്ടെങ്കിലും കൂടുതൽ ട്രെൻഡായിട്ട് നമ്മൾ മെയിനായിട്ട് ഹെയർ തന്നെയാണ്. ഹെയർ മേക്ക് ഓവർ പറയുമ്പം ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും ചേഞ്ച് കൊടുക്കുന്നത് ആ ഹെയർ മേക്ക് ഓവറിലാണ്. മേ ബി ഹെയർ കട്ടിങ്ങിലൂടെ തന്നെ ബെസ്റ്റ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പം ഹെയർ ട്രീറ്റ്മെന്റ്സ് ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് ആ ഒരു ബെസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് പെർട്ടിക്കുലർലി ഇന്നൊരു കാര്യം കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്? അതെ, നോർമലി എല്ലാവരും ഓടി വന്ന് ചോദിക്കുക ചേച്ചിക്ക് കെരാറ്റിൻ ചെയ്യണം. അപ്പൊ എന്ത് കെരാറ്റിൻ, ഏത് കെരാറ്റിൻ, എന്താണ് കെരാറ്റിൻ ചെയ്യണം, എന്താ പറയാൻ കാരണം, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എൻ്റെ ഫ്രണ്ട് കെരാറ്റിൻ ചെയ്തു ലാസ്റ്റ് ഡേ. അപ്പൊ എനിക്ക് അതുപോലെ ആവണം, അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഞാൻ ഉണ്ടോന്ന് ചോദിക്കും. അപ്പം ഫ്രണ്ടിന്റെ ഹെയറിന്റെ പിക്ചർ ഉണ്ടോന്ന് ചോദിക്കും. നെക്സ്റ്റ് പിക്ചർ കാണിച്ചു തരികയാണെങ്കിൽ ആ ഒരു ഓപ്ഷന് അവരുടെ ഹെയറിൽ ഏതാണ് ബെസ്റ്റ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, അതിലേക്ക് മാറ്റും. ഇപ്പം കറന്റ് ട്രെൻഡ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇവർ വന്ന് കെരാറ്റിൻ ചോദിക്കുന്നു പറയും. അപ്പൊ ഇതുപോലെ ക്ലയൻസ് ഏതെങ്കിലും പുതിയൊരു ട്രെൻഡ് ചോദിക്കുമ്പോൾ ആണോ നിങ്ങൾ അതിനെപ്പറ്റി നോക്കാറ്, അല്ലെങ്കിൽ ഓൾറെഡി ശരണ്യ എന്തെങ്കിലുമൊക്കെ ഈ റിസർച്ച് ചെയ്യുകയും പുതിയ ട്രെൻഡ്സ് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? പുതിയ ട്രെൻഡ്സും ഫോളോ ചെയ്യാറുണ്ട്, കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാറുണ്ട്. കൂടുതൽ ക്ലയൻസിന് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അവരുടെ ഹെയർ ഉണ്ടാവുക, ഫേസ് ഉണ്ടാവുക. അപ്പം അത് എങ്ങനെ ചിലപ്പം ചിത്രയ്ക്ക് ഹെയർ ഒരു ബ്ലോഡറി ലുക്കിലേക്ക് വരണം, പക്ഷെ ചിത്രൻ്റെ ഹെയറിൽ ബ്ലോഡറി ടെക്സ്ചർ കിട്ടൂല. ഓക്കെ, അപ്പം അത് എങ്ങനെ ചിത്രൻ്റെ ഹെയർ എങ്ങനെ ബ്ലോഡറി ടെക്സ്ചറിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ സ്റ്റഡി ചെയ്യും. അത് എനിക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഞാൻ കൊണ്ടുവരുന്ന പുതിയ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നതാണല്ലോ ഇത്. പിന്നെ ഇത് ചോദിച്ചു വരുന്ന ആളിൽ തന്നെയാണ് പരീക്ഷിക്കുക, അല്ല വേറെ ആരെങ്കിലും മുന്നേ ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും. അത് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ ടെക്നീഷ്യൻ, എനിക്ക് ഓൾറെഡി പ്രൊഡക്റ്റിൻ്റെ ആൾക്കാരെല്ലാവരും കയ്യിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും. ഇത് ഓക്കെ ആണോ, ഇങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഇഷ്യൂ ഉണ്ടോ, ഇതിലെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഹെയർ ടെക്നീഷ്യൻസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ ഈ സ്കിൻ കെയർ, PCB പേഴ്സണൽ കെയർ ആൻഡ് ബ്യൂട്ടിയിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സിനും
അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര എന്താ പറയുക കീനായിട്ട് ഈ പാരാബിൻ ഫ്രീ, സൾഫർ ഫ്രീ, മറ്റേ ക്രുവൽറ്റി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സെലക്ഷൻ ഉള്ളത്? അല്ല, അതെ അതെ, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാളെ ഹെയറിലേക്ക് നമ്മൾ കളിക്കുന്നത്, അവരെ ഹെയർ നഷ്ടപ്പെട്ടാൽ അവരെ ലുക്കേ പോയി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഹെയറിന്റെ ഭംഗിയാണ് ശരിക്കും. ആ ഹെയറിലെ ഭംഗി നഷ്ടപ്പെടുക, അവർ കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക എന്തെങ്കിലും ഉണ്ടായാല് അവരാ ലുക്ക്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവല്ലോ, അത് നഷ്ടപ്പെടും. അപ്പൊ ആദ്യം നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്. അത് എങ്ങനെ കെയർ ചെയ്യണം, അത് കെയർ ചെയ്താൽ എത്രത്തോളം കിട്ടും എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഒരാളെ ഹെയറിൽ നോക്കി ട്രെൻഡിങ് ആയിട്ട്. അപ്പോൾ ശരിക്കും ഈ നമ്മൾ ടി വി ആഡിൽ കാണുന്ന പല പ്രൊഡക്റ്റുകളും ശരിക്കും എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും പറ്റില്ല. അത് എപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം. ഇപ്പം എനിക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. നിങ്ങളെ ഹെയറിനോ അല്ലെങ്കിൽ നിങ്ങളെ സ്കിന്നിനോ പറ്റുന്ന പ്രൊഡക്റ്റ് ആദ്യം സ്റ്റഡി ചെയ്യുക, അതിന്ന് മാറ്റാതെ നിൽക്കുക. ശരി, എനിക്കിപ്പം സ്കിൻ പറഞ്ഞൊരു സ്കിൻ പ്രൊഡക്റ്റ് ആയിരിക്കും, സ്കിൻ പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കിന്നിന് എപ്പോഴും സ്കിൻ പറഞ്ഞൊരു ബ്രാൻഡാണ്. ഓക്കെ, അതിൽ എൻ്റെ സ്കിന്നിന് അത് ഭയങ്കര ബെറ്റർ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് ഞാൻ ഒരിക്കലും പിന്നെയും ഞാൻ വേറൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ റിസർച്ച് ചെയ്ത് പിന്നെയും പഠിക്കാൻ പോയാൽ എൻ്റെ സ്കിൻ തന്നെയാണ് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ നിൽക്കുക. ഓക്കെ 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 ശരണി, ഇപ്പോൾ നമ്മൾ ഒരു ബ്യൂട്ടി പാർലർ എസ്റ്റാബ്ലിഷ് ചെയ്തോന്നിരിക്കാം. അത് പിന്നെ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് എന്തായാലും നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരുവാണ് മന്ത്ലി ബേസിസ്. അപ്പോൾ നിങ്ങളെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്പറേഷൻസ് റൺ ചെയ്യാനുള്ളതും മാർക്കറ്റിങ്ങും ബാക്കിയുള്ള എക്സ്പെൻസസും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയായിരിക്കും വരിക? ഒരു പെർസെൻറ്റേജിൽ പറഞ്ഞാൽ മതി. പ്രോപ്പറായിട്ട് എനിക്കൊന്നും കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാൽ ഏകദേശം ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാഫ് സാലറി ഏകദേശം ഒരു 40% തന്നെ പോകുന്നുണ്ട്. അതെ, 20% ലൈക്ക് അവര് ട്രെയിനിങ് കൊടുക്കാനുള്ള അങ്ങനെ, പിന്നെ അവര് എക്സ്പെൻസ്, ടാക്സ് എല്ലാം. അതിപ്പോ എനിക്ക് കറക്റ്റ് ഒരു എക്സ്പെൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിന് ഏകദേശം എത്ര പെർസെന്റേജ് എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്? നിങ്ങളുടെ കേസിൽ ശരിക്കും 20% ഒക്കെ. 20%. പിന്നെ അഴകിന്റെ കേസിൽ എന്താ വെച്ചാൽ കുറെ ഒക്കെ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു റീച്ചും ഉണ്ടല്ലോ. പിന്നെ ഒരു വർക്കിംഗ് ക്ലയൻസ്, മൗത്ത് ടു മൗത്ത് എന്തായാലും ഉണ്ട്. പിന്നെ ഇത്രയും കാലത്ത് ഒരു ലെഗസി ഉണ്ട്. അമ്മേനെ അറിയുന്ന ആളുകളുണ്ട്, പിന്നെ ഇപ്പോൾ ശരണി വന്നപ്പോൾ ശരണീനെ അറിയുന്ന ആളുകൾ. അഴക് ശരിക്കും ഒരു യൂണിസെക്സ് സലൂണാണ്. യൂണിസെക്സ് സലൂൺ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ആയത്. അപ്പൊ ഈ മെന്ന് വരുമ്പം എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? മെന്നിനൊരു ട്രെൻഡ് പറയുന്നത് അവരെ സ്റ്റൈലിംഗ്, ഹെയർ സ്റ്റൈലിംഗ് തന്നെയാണ്. അതെ അതെ, ഇപ്പം കട്ടിങ്ങിലാണ് അവരെ സ്റ്റൈലിംഗ് കിടക്കുന്നത്. ഇപ്പൊ പിന്നെ ഞാൻ കണ്ടൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ സ്കിൻ കെയർ ഇതിലൊക്കെ ഭയങ്കര. ഞാൻ പണ്ട് സലൂണിലുള്ള ഞാൻ തന്നെ ഒരു 3 ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മെന്നിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് പണ്ട് കുറവല്ലേ. ഇപ്പൊ നമുക്ക് സലൂണിൽ തന്നെ പെഡിക്യൂർ, മാനിക്യൂറിനൊക്കെ മെന്നിനും ഓപ്ഷൻ ഉണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ബിയർഡ് സെറ്റിംഗ്. Men are actually coming for pedicure. Yeah. നമുക്ക് ക്ലയൻസ് വരുന്നുണ്ട്. നോ പെഡിക്യൂർ, മെയിൻ പെഡിക്യൂറിനാണ് ഏറ്റവും കൂടുതൽ മെൻസ് വരുന്നത്. ഫേഷ്യലൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അവർ വെയിലുള്ളുന്നില്ല ഡെയിലി എന്നുള്ളൊരു അത് ഒഴിവാക്കും. പെഡിക്യൂറിന് ഒരു 1 hour ഒക്കെ ഇരിക്കും. അതിന് സെൽഫ് കെയറിങ്. അതെ അതെ, കാരണം ഇപ്പൊ ലേഡീസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് മെൻ എടുക്കുന്നുണ്ട്. മെയിനായിട്ട് അവര് വൈഫിനും കൂട്ടിട്ടൊക്കെ ആയിരിക്കും വരിക. ആ സമയത്ത് വൈഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി 2 സീറ്റിംഗ് ഉണ്ടെങ്കിൽ 2 സീറ്റിംഗിലും അവർ തന്നെ ആയിരിക്കും. ഹെയർ സ്പാ ഒരു മെൻ ചെയ്യുന്ന സമയത്ത് ലേഡിയോ അത് തന്നെ ചെയ്യും. അതൊരു ബിസിനസ് ടാക്ടിക്കും കൂടിയല്ലേ യൂണിസെക്സ് ആക്കിയത്? നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലല്ല അങ്ങനെ ചെയ്തിരുന്നത്, പക്ഷെ ഓട്ടോമാറ്റിക് അങ്ങനെ മാറി വരിക ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് സലൂൺ ഒസരോരം ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 months ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മളൊരു ഹെയർ കട്ടിങ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മെൻ കെയറിങ് അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് പതുക്കെ സ്റ്റഡി ചെയ്തിട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് മെൻ വരുന്നത് അതേ സ്കിന്നിന് ലൈക്ക് ലേഡീസ് എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ അതേപോലെ തന്നെ നമുക്ക് മെൻസ് ചെയ്യുന്നുണ്ട്. കെരാറ്റിനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറെ മേക്കപ്പ് ബ്യൂട്ടീഷ്യൻസ്
ഓൺ മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് ഈ റീൽസിലൊക്കെ. ഓൺ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് ബ്രാൻഡ് ആ പ്രൊഡക്ട്സ് കൊണ്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടോ? അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ വിചാരിച്ചിട്ടില്ല. പറഞ്ഞപ്പോ ചിലപ്പോ വിചാരിച്ചാലോ. ഇല്ല, ഞാൻ എന്തായാലും അങ്ങനെ ഒരു പ്ലാനിങ് എന്തിനാ വെറുതെ. അല്ല, ഓൺ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഓൺ ബ്യൂട്ടി പ്രൊഡക്ട്സിലേക്കൊക്കെ എത്തിയാലല്ല അംബിക പിള്ളை. ഉണ്ട്. അപ്പോൾ അംബിക പിള്ളை മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ബ്യൂട്ടീഷ്യൻ, ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ഓണർ, ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റ്, പിന്നെ ഒരു ബ്രാൻഡ് ഓണർ എന്നുള്ള ലെവലിൽ, അതല്ല ശരിക്കും അൾട്ടിമേറ്റ് ഈ ഒരു കരിയർ പാത്തില്. നമ്മൾ ആദ്യം ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, എന്നിട്ട് പോരെ ഇങ്ങനെ കേറുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലേക്ക് ഇറങ്ങുന്ന എല്ലാ ആളുകളും നേരത്തെ കോഴ്സസിന്റെ ഒക്കെ കേസ് പറഞ്ഞല്ലോ. ശരണ്യ ഹെയറിൽ ഫസ്റ്റ് അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്തു, പിന്നെ സ്കിന്നിൽ. എല്ലാ ബ്യൂട്ടീഷ്യൻസും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ? പുതിയതായിട്ട് ഞാൻ കൂടുതലും കാണുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ്. ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് വിട്ടു പോവാൻ ശ്രമിക്കാറില്ല. ചിലപ്പോൾ ഓൾറെഡി ഇപ്പം അമ്മേൻ്റെ ആ സമയത്ത് തന്നെ നടത്തിക്കൊണ്ടിരുന്ന പാർലറൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവരൊന്ന് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാം, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം എന്ന് പറഞ്ഞ് പോകുന്നവർ വളരെ കുറവ് തന്നെയാണ്. അപ്പം ഇപ്പം പുതിയതായിട്ട് ഇത് ഒരു ബിസിനസ് ആണ്, ഇതൊരു സ്റ്റഡി ചെയ്യേണ്ട സംഭവമാണ് അറിഞ്ഞുകൊണ്ട് വരുന്ന പുതിയ ആൾക്കാരുണ്ട്. അവർ നല്ല രീതിക്ക്. ചേതനയ്ക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് കോഴ്സ് പഠിക്കണ്ടേ? എന്ത് കോഴ്സാണ് പഠിക്കണ്ടേ? ഒരു ബിഗിനർ ഫസ്റ്റ് ഒരു ബേസിക് കോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച തന്നെ കോസ്മെറ്റോളജി കോഴ്സ് ആണ്. ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അതിപ്പോൾ 1 year വരെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ബേസിക് കോഴ്സ്. ഇവിടെ കാലിക്കറ്റ് ഒക്കെ ശരിക്കും അങ്ങനത്തെ കോഴ്സ് ഒക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ? നമ്മൾ സലൂണിൽ കൊടുത്തിരുന്നു. ഇപ്പൊ നീ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സർട്ടിഫിക്കേഷൻ എന്താണ് നമ്മൾ കൊടുത്തിരുന്നത് BSSന്റെ സർട്ടിഫിക്കറ്റ് ആണ്. BSS എന്ന് പറഞ്ഞാൽ ഭാരത് സേവത് സമാജ്, അതിന്റെ ഒരു കോഴ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സാണത്. അതിന്റെ ഡിപ്ലോമ കോഴ്സാണ് നമ്മൾ കൊടുത്തിരുന്നത്. 6 months 6 month ട്രെയിനിങ് അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അന്നേ നമ്മൾ അങ്ങനെ കൊടുത്തതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കും പഠിക്കാനും അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോഴ്സും കൂടി കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഞാനും പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 6 months കൊണ്ട് പഠിച്ചെടുക്കാം. പിന്നെ ഒരു 6 months നമ്മൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് 6 monthിനുള്ളിൽ വർക്ക് 6 monthിനുള്ളിൽ പഠിക്കുക പറയുന്നത് സ്കിന്നിനെ കുറിച്ചിട്ടാണെങ്കിലും ഹെയറിനെ കുറിച്ചിട്ടാണെങ്കിലും ഡീപ്പ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും. സ്കിന്നിൽ എത്ര സെക്ഷൻ ഉണ്ട്, ഹെയറിനുള്ളിൽ എത്ര സെക്ഷൻ ഉണ്ട്, സ്കാൽപ്പിൽ എന്താണ്, സ്കാൽപ്പിൽ എന്തൊക്കെ ഫംഗൽ വരാം, ഇപ്പം ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അതിൽ പക്ഷേ സ്മൂത്തനിങ്ങോ കെരാറ്റിനോ അങ്ങനത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായിരിക്കില്ല. ഓരോ സ്കിന്നിനെ കുറിച്ചിട്ടും ഹെയറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ അതിലിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് എന്താ പറയുക ഓവർടേക്ക് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ബേസിക് കോഴ്സിൽ ഉണ്ടാവുക. ഇതിൽ നിന്ന് അഡ്വാൻസിലേക്ക് മാറുമ്പം നമ്മൾ കുറച്ചും കൂടിയും ഹെയറിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള അറിവുണ്ടാവും. അതിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം. ഇപ്പം സ്മൂത്തനിങ് എടുക്കുകയാണെങ്കിൽ സ്മൂത്തനിങ് ക്രീം ഇടുമ്പോൾ ആ ക്രീം ആ ഹെയറിലേക്ക് എത്രത്തോളം ഡീപ്പായിട്ട് പോകുന്നുണ്ട്, അതെന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ കെരാറ്റിൻ ചെയ്യുന്ന സമയത്ത് അയ്യോ ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ, അയണർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ട്. നമ്മൾ കെരാറ്റിൻ ചെയ്യുന്ന സമയത്ത് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അയണിങ് യൂസ് ചെയ്യും. അയ്യോ അയണർ യൂസ് ചെയ്യണം, അത് വല്ലാതെ ഒന്ന് ഒഴിവാക്കി തരുമോ. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ഈ അയൺ ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ക്ലയന്റിന് അറിയില്ല. മെയിനായിട്ട് നമ്മൾ ആ ക്രീം പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയണിങ് കൊടുക്കുന്നത്. അപ്പൊ ഇത് പക്ഷെ ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ കുറിച്ചുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള നോളജ് വേണമെങ്കിൽ അഡ്വാൻസ് കോഴ്സ് എടുക്കേണ്ടി വരും. അഡ്വാൻസ് കോഴ്സ് എന്ന് പറയുന്നത് എത്ര നീണ്ടതാണ്, എത്ര ലോങ്? അപ്പം ഞാൻ അടുത്തൊരു 3 months ആയിരിക്കും. 6 monthന്റെ ഉണ്ട്, 1 yearന്റെ ഉണ്ട്. ശരിക്കും ഈ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റേൺ ഒക്കെ ആയിട്ടൊരു സലൂണിലൊക്കെ നിന്നിട്ട് സ്വന്തമായിട്ട് എടുക്കുമ്പോൾ അതെ നമ്മൾ ആദ്യം ഒന്ന് പ്രാക്ടീസിൽ നമുക്ക് നല്ലൊരു എയിം കിട്ടിയതിന് ശേഷം മാത്രം സലൂൺ ഓപ്പൺ ആക്കുന്നതാണ് നല്ലത്. ഓക്കെ. പക്ഷെ ഇപ്പോൾ ഒരു ഈ കോഴ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ പോലും ഒരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റാത്ത ഇഷ്യൂസും ഉണ്ടല്ലോ അല്ലേ? അതുണ്ട്. അത് മെയിനായിട്ട് ഫിനാൻസ് ഇഷ്യൂസ് ആവണം. കാരണം ഒരു ബഡ്ജറ്റ് കാണാതെ ആയിരിക്കണം അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. പിന്നെ സ്റ്റാഫിന് അവർ എത്ര മീൻസ് നമുക്കൊരു ക്വാണ്ടിറ്റി സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആയിട്ട് സ്റ്റാഫിനെയാണ് മെയിനായിട്ടുള്ളൊരു സക്സസ് ആയിട്ട് ചെയ്യുന്നത്. അതും നല്ല രീതിക്ക് പോയാൽ. പിന്നെ ഈ ബ്യൂട്ടീഷ്യൻസിന് ഒരു ഓർഗനൈസേഷൻ ഓൾ കേരള ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, അസോസിയേഷൻ ഉള്ളതായിട്ട്.
അപ്പോൾ അത് എത്ര ബെനിഫിഷ്യൽ ആണ്? അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി അമ്മ ഒരു അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഇല്ല, നമുക്ക് വേറെ തന്നെ ഒരു അസോസിയേഷൻ അല്ല, ലൈക്ക് നമ്മൾ അതിന്റെ ഒരു വേറെ തന്നെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം പ്രീമിയം സലൂൺസിന് അതിനുള്ള ഒരു ടൈം കിട്ടാറില്ല. പക്ഷെ അസോസിയേഷൻ അവര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ നല്ലൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള നോളജ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പേഴ്സണലായിട്ട് ഒരു ഇൻസലൂൺ ചെയ്യുന്ന കാര്യങ്ങൾ അവർ എല്ലാ സലൂണിലെ ആൾക്കാരെയും വിളിച്ചു വരുത്തി അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ ഇഷ്യൂസ് ഒന്നും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പാർലർ നടത്തുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പം ഒരു ലൈസൻസ് ഒന്നും ഇല്ലാതെ ഓപ്പൺ ആക്കുന്ന ഒരുപാട് സലൂണുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയപ്പം ഒരാള് ഫ്ലാറ്റ് എടുത്ത ഒരു റൂം ഫുള്ളായിട്ട് സലൂൺ ആക്കിയിട്ടുണ്ട്. ഞാനത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഇതുമില്ല, ഒരു ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയും ഓപ്പൺ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതിനൊന്നും ആ ഒരു അസോസിയേഷനായിട്ട് ഒരു ബന്ധം ഒരു ഇതും ഇല്ലല്ലോ. ഇപ്പൊ കാലിക്കറ്റിൽ തന്നെ ഒരു ടോപ്പ് 5 സലൂൺസ് എടുത്താൽ അതിൽ അഴകുണ്ട്. അപ്പൊ ബാക്കി ഈ കോമ്പറ്റീറ്റേഴ്സിന് എന്താണ് അഴകിനെ ഡിഫറെന്റ് ആക്കുന്നത്? അഴകില് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് ഞാൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റിനോടായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ, ലൈക്ക് അവരെ കൺസൾട്ട് ചെയ്യുക, അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് എന്നോടുള്ള ട്രസ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് അഴകും മറ്റുള്ള സലൂണും ഉള്ള ഡിഫറൻറ്റ് പറയുന്നത്. കാരണം അവർക്ക് വേണ്ട കാര്യം അവർ എന്നോട് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്തുള്ള അസുഖങ്ങൾ മുഴുവനും പറഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ നമുക്ക് മെഡിസിൻ തരുന്നത്. നമ്മൾ നോക്കിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ ചെല്ലു കഴിയുമ്പോൾ ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഹെയറിനെ കുറിച്ചിട്ടാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി കൊടുത്തതിന് ശേഷം അവരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം ഞാൻ അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവരെ റൈറ്റ് വേയിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യൂഎസ്പി ആണ്. അതായത് ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർജിൻ കിട്ടുന്ന ഞാൻ ഏറ്റവും വലിയ നമ്മളൊരു പ്രോഫിറ്റ് കണ്ടുകൊണ്ടല്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി അത് മറ്റൊരു ട്രീറ്റ്മെന്റ് കേട്ട് പരിചയപ്പെട്ട്, ഇപ്പൊ നാനോപ്ലാസ്റ്റി കേട്ട് പരിചയപ്പെട്ട് വന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതെന്താ അറിയാണ്ട് ഏത് ടൈപ്പ് ഹെയറിന് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ഒരുപാട് സമയം ഞാൻ എടുക്കുന്നുണ്ടാവും. ഇപ്പം ആ എക്സ്പ്ലെയിനിങ് ചിലപ്പോൾ ആ ക്ലയൻറ്റിന് ശരിക്കും കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ അതൊന്നും കൂടി ഞാൻ വരച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കും ഡീറ്റെയിൽ ആയിട്ട്. കാരണം ആ ക്ലയൻറ്റിന് അത് ബോധ്യമാവണം. അത് ഒരിക്കലും അങ്ങനെ ആവില്ല. കാരണം എല്ലാവരും ഇപ്പോൾ ചെയ്തു പോകുന്ന ആ ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഭയങ്കര സ്ട്രെയിറ്റ് ലുക്ക് ആയിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കാൻ ഈ ഹെയറിന് എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതി എന്ന് അതിനെക്കാട്ടും അത് ഇത്ര സമയത്തിൽ ഇത്ര സ്ട്രെയിറ്റ് ആയിരിക്കും, ഇതിനെ കുറിച്ചിട്ടും ഇനി അടുത്ത മാസങ്ങളിൽ അവരെ വാഷ് ചെയ്യുമ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള എല്ലാ സ്റ്റഡീസും ഞാൻ കൊടുക്കും. അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യണം അത് ഞാൻ അവിടെ ഇരുന്ന് ലൈക്ക് നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചു കൊടുക്കാൻ ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ക്ലയൻറ്റ് ഇനിയിപ്പം ഈ ക്ലയൻറ്റിനെ തിരിച്ചു വരുമ്പോൾ എന്നെ അന്വേഷിച്ചിട്ടും എൻ്റെ ആ കംഫർട്ടബിൾ വീണ്ടും കിട്ടാനുമായിട്ടാണ്. ഇപ്പം ഒരുപാട് പേര് ഇപ്പം ഓൾറെഡി നമ്മൾ സലൂണിൽ നിന്ന് ചെയ്തിട്ട് വേറൊരു സലൂണിൽ പോയി ചെയ്ത് നോക്കാൻ വിചാരിച്ച് പോയ ആൾക്കാർ തിരിച്ചു വന്ന കേസ് ഒരുപാടുണ്ട്. ശരണ്യ, എനിക്ക് അവിടെ ശരിയായില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ, സോറി എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നോട് അത്രയും കംഫർട്ടബിൾ ആക്കിയ ആൾക്കാരുണ്ട്. ഞാൻ വേറൊരു ക്ലീശ ചോദിക്കട്ടെ. ഈ ഇത്രയും ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വന്നതിന് ശേഷം നമ്മളെ ഒരു ഒരു നാടൻ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഒരു ഗേൾസിന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് പോയില്ലേ? അതിനൊരു ആരാധകരില്ലേ? ഒരു പെർസെന്റേജ്. അപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ശരിക്കും ഡിസ്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ചോദിക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. ആ പഴയ ഒരു ഹെയർ ഉണ്ടല്ലോ, ചോദിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഒന്ന് ഇത് ആ പഴയ ലുക്കിലേക്ക് എത്തിക്കോ, കേൾ ചെയ്ത് തരുവോ? അപ്പം എനിക്ക് തോന്നുന്നു ഒരു ടൈം സ്ട്രെയിറ്റ് ചെയ്യുന്ന ഭയങ്കര കേളിലേക്ക് മാറി. അതെ, അപ്പൊ ഞാൻ പറയും ഇപ്പൊ
കേളിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേളിങ്ങിൻ്റെ ആയിട്ടുള്ള കെയറിങ് ഉണ്ട്. ഇപ്പം സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന പോലെയല്ല, കേളിങ് ഭയങ്കര ഡിഫിക്കൾട്ടൊക്കെ ഇത് കെയർ ചെയ്ത് പോകാൻ. അപ്പം നല്ലൊരു കേളായിട്ടുള്ള ഹെയർ ഉള്ള ഒരു ആളാണെങ്കിൽ കേളപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേളായി കിടക്കും. പക്ഷെ അതൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കേള് പോയിട്ട് ഭയങ്കര ഫ്രിസി ഡ്രൈ ആയി മാറും. കേളി ഗേൾ മെത്തേഡ് അതെ, ഒരുപാടുണ്ട്. പക്ഷെ ഇത് കെയറിങ് വളരെ ഡിഫിക്കൾട്ടാണ്. പ്രോഡക്ട്സും ഒരുപാട് വേണമെന്ന്. പ്രോഡക്ട്സ് ഒരുപാട് വേണം. അതെ. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ അതിന്റെ ഫോളോ അപ്പ് ചോദിക്കട്ടെ, ഈ കൊറിയൻ പ്രൊഡക്ഷന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് വരുന്നില്ല, അതെന്തുകൊണ്ടാണ്? അത് ഞാനും അതിന്റെ ഒരു ഫാനാണ്. അല്ല, ഈ ഉള്ള പ്രൊഡക്ട്സിൽ അത് അവരെ ടൈപ്പ് കാര്യങ്ങളാണോ ഏറ്റവും ബെസ്റ്റ്? അങ്ങനെയല്ല, അവര് ഓരോ സ്കിൻ കെയറിങ് പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണ്. ലൈക്ക് നമുക്കതിന്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താ പറയാ, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണ്. അങ്ങനെ ഞാൻ പറയൂല. കാരണം എന്താ പറയുക, ഞാൻ ഇപ്പം ഇവിടെ ഒരു ചാനലിൽ ഇപ്പം പറയാത്തതിന്റെ കാരണം എന്താ വെച്ചാല്, ഞാനൊരു സലൂൺ നടത്തുന്ന ആളാണ്, ഞാനൊരു സ്കിൻ ടെക്നീഷ്യനാണ്. അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നാളെ നോക്കിക്കോ, ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും മറ്റുള്ളവരൊക്കെ അവർക്കത് പറ്റുമില്ലേന്നല്ല, അവർ ഒറ്റയടിക്ക് അത് പർച്ചേസ് ചെയ്യാനാ നോക്കാം. ഞാൻ ഒരിക്കലും സ്കിന്ന് നോക്കാതെയോ ഹെയർ നോക്കാതെയോ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെയും എന്താന്ന് വെച്ചാൽ, ഈവൻ ദോ കൊറിയൻ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിലും അതും പല സ്കിന്നിനും പറ്റുന്നതും. അതെ അതെ, ഓൾ സ്കിൻ ടൈപ്പ് ഉണ്ട്, ഓയിലി സ്കിൻ ടൈപ്പ് ഉണ്ട്, ഡ്രൈ സ്കിൻ ടൈപ്പ് ഉണ്ട്. ഓയിൽ സ്കിൻ ടൈപ്പ് നമുക്ക് എല്ലാ സ്കിന്നിനും പറ്റണമെന്നില്ല. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് തന്നെ ഇപ്പം പല ടൈപ്പ് കസ്റ്റമേഴ്സ് വരുമല്ലോ. ഇവരെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും? അതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? ഒരുപാടുണ്ട്. ഇപ്പോൾ കുറേ വർഷമായില്ലേ ഈ ഒരു ഫീൽഡിൽ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെയിൻ ഒട്ടും നോളേജ് ഇല്ലാത്ത ഒരു ചില അവിടെയും ഇവിടെയും കഷ്ണമായിട്ട് അറിഞ്ഞു ചെയ്തിട്ട് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് അതല്ല മറ്റേതായിരുന്നു വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്, കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ക്ലയൻ്റായിട്ട് പറയാം, എന്ന് വെച്ചാൽ ഈ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കൊരു നോളേജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം, ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുമ്പം അവർക്ക് അതൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയുന്ന ആ നോളേജ് അത് കണക്റ്റഡ് ആണോ എന്ന് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അവർ ആ ഹെയറിന് അത് പറ്റുമോ ഇല്ലെന്നായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പം അത് അവർക്ക് പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അപ്പം അവർ എന്നെ ഒരു ഇതെന്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പുഷ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ വരാണ്ട്, അത് എനിക്ക് ഭയങ്കര ഗൂഗിളിലൊക്കെ നോക്കി എല്ലാം പഠിച്ചു വന്നിട്ട് ഉണ്ട്. അങ്ങനെയാണ് കുറെ കഷ്ണമായിട്ട് അവർക്ക് അറിയുന്നുള്ളത്. അപ്പം ചില പ്രോഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ഇപ്പം പണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കില്ല ഇപ്പൊ അവരുടെ കയ്യിലുണ്ടാവുക. യൂട്യൂബേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിലൊക്കെ പണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കില്ല. അപ്പൊ ആൾക്കാർ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതല്ലേ എന്ന് കാണിച്ചു, ഇപ്പൊ വേറെ പ്രൊഡക്റ്റ്. അത് ആക്ച്വലി ഒരു ഇഷ്യൂ ആണല്ലേ. നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ ശരണ്യ, ഒരു പ്രൊഡക്റ്റ് നമ്മളെ സ്കിന്നിന് പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മള് പിന്നെയും ഈ ഇതില് ഇവര് പുതിയൊരു വേറെ പ്രൊഡക്റ്റ് ആണ്, ഓക്കെ ഇത് നല്ല ഇത് ട്രൈ ചെയ്ത് ഗ്ലോസി ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇത് ഗ്ലേസിങ് ആക്കും. പക്ഷെ അത് എങ്ങനത്തെ ടൈപ്പ് സ്കിന്നിനാണ്? ഇപ്പം പിമ്പിൾസ് ഉള്ള ഒരാള് ഭയങ്കര ഒരു ഗ്ലോസി ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്രീസി ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പിമ്പിൾസ് ആയിരിക്കും ഹൈലൈറ്റ് ആയി നിൽക്കുക. അപ്പം ഇതൊന്നും പെട്ടെന്ന് ക്ലയന്റിന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതല്ല, എനിക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇതൊന്നും മാറാൻ പറ്റില്ല, ഇതൊന്നും ഞാൻ മാറ്റാനുള്ള പാടുപെടുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അല്ല, അതൊരു എന്താ പറയാ, വാഗ്വാദത്തിലേക്കോ പോയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മളത് ഒരുപാട് ഞാൻ പറഞ്ഞു കൊടുക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്യും. ഞാൻ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്യൂട്ടി പാർലേഴ്സ് ഇപ്പോൾ കോഴിക്കോട് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഇപ്പോൾ ഇത്രയും കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് അത്രയും നല്ലതായിരിക്കണമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് എതിരായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആളുകൾ വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതിനും ചാൻസ്? ഇതൊന്നും ഞാൻ അത്ര മൈൻഡ് ആക്കാത്ത ഒരാളാണ്. അപ്പം ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പൊ ഉണ്ടാവാണ്ടക്കൂല. നമ്മളൊരു എന്താ പറയുക, കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡിലാണ് ഈ ഒരു പാർലർ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ മറ്റാളെന്താ ചെയ്യുന്നത്, ഇതാളെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവും. അത് ഞാൻ അത്ര
കെയർ ചെയ്യാറില്ല. എന്നെ കൊണ്ടാവുന്നത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂലേക്ക് പോവുക, അതിന് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം. നമ്മൾ എന്താണോ ക്ലയന്റിന് ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തരുവുള്ളൂ. ഈ പിന്നെ അമ്മ സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ടുവന്ന സലൂണ് ശരണ്യെ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പുതുതായിട്ട് ഒരു ബ്രാഞ്ചും കൂടി ഒക്കെ ഓപ്പൺ ചെയ്തു. അമ്മ ഇപ്പൊ എന്ത് പറയുന്നു? അമ്മ ഇപ്പൊ 100% ഹാപ്പിയാണ്. അമ്മ പറയാം, എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നീ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന. അപ്പം ഇപ്പോഴും അമ്മേനെ തന്നെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. വെച്ചാല് രമീച്ചിന്റെ പാർലർ, അമ്മേന്റെ പേര് രമി എന്നാണ്. അപ്പം രമീച്ചിന്റെ പാർലർ തന്നെയാണ് ചില ആൾക്കാർ പറയാ. ചില ആൾക്കാർക്ക് മാത്രമേ വെച്ചാല് ഇപ്പോഴുള്ള പുതിയ ട്രെൻഡ്സിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ശരണ്യ നടത്തുന്ന സലൂണാണെന്നുള്ളത് അറിയുന്നത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അപ്പോഴും അമ്മ തന്നെയാണ് മുന്നോട്ട് വിജയിക്കുന്നത്. ഇനി ഒരു ഇപ്പം ഓൾറെഡി ഈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് ഇനി സലൂൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം വിചാരിക്കുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെ. അപ്പം മെയിൻ അഡ്വൈസ് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും ഒരു നോളേജ് ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം നല്ലൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ് സലൂൺ ബിസിനസ് പറയുന്നത്. പക്ഷെ നമുക്കത് കുറച്ചും കൂടിയും ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ് സ്റ്റാഫ്, സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു നമുക്ക് ഒന്ന് വിജയിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു ടീം ഉണ്ടാവണം. എന്നാലേ ഏത് ബിസിനസ് ഒന്ന് വിജയിക്കുള്ളൂ. അഴകിൽ ഇപ്പൊ ആക്ച്വലി എത്ര സ്റ്റാഫ് ഉണ്ട് ടോട്ടൽ? ഓൾമോസ്റ്റ് 18 സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് പല ഇൻഡസ്ട്രിയിലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ടെക്നോളജി എടുത്താലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം എടുത്താലും ഒക്കെ. അപ്പോൾ ഈ PCB, പേഴ്സണൽ കെയർ ആൻഡ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലാണെങ്കിലും വലിയ വലിയ ചേഞ്ചസ് ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പല പുതിയ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഒരു കാലത്ത് എല്ലാവരും ഭയങ്കര ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എന്താ പറയുക, ചെയ്യാത് ഈ കുറച്ചെങ്കിലും ബാൾഡ്നെസ് ഉള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു മെൻ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ ഫീൽഡ് ഏത് രീതിയിൽ ഇവോൾവ് ആവുന്നതാണ് നിങ്ങളൊരു പ്രഡിക്ഷൻ? ഒരു 5 years കഴിഞ്ഞാൽ സലൂൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഹെർബൽ ബ്യൂട്ടി പാർലർ എന്നുള്ളത് ബ്യൂട്ടി പാർലറായി, ബ്യൂട്ടി പാർലറിൽ നിന്ന് സലൂണായി, സലൂണിൽ നിന്ന് മേക്ക് ഓവർ സ്റ്റുഡിയോ. ഇനി അത് മാറി വരികയുള്ളൂ. കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നോളം നമ്മളെ ട്രെൻഡ്സ് മാറും. നമുക്ക് ഒരുപാട് ചേഞ്ച്, ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, പുതിയ നേരെ തിരിച്ച് ഹെർബൽ സ്റ്റുഡിയോയിലേക്ക് എത്തിപ്പെടാനും ചാൻസ് ഉണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുപാട് പുതിയ പ്രോഡക്ട്സ് വന്നു തുടങ്ങി. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ട്രെൻഡ് കെരാറ്റിൻ, ബോട്ടോക്സ്, സ്മൂത്തനിങ് ആണെങ്കിൽ ഇനി പതുക്കെ അത് കേളിങ്ങിലേക്ക് വരും. പഴയൊരു ടെക്സ്ചറിൽ, പഴയ ഹെയറിന്റെ ടെക്സ്ചറിലേക്ക് എത്തിപ്പെടും. ഇതുപോലെ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഹെർബൽ, ആയുർവേദിക് ഈ ഒരു ഇപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല ഹെർബൽ പ്രൊഡക്ട്സ് പറയുമ്പോൾ ഇപ്പോഴും അത് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്ട്സ് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ഹെർബൽ പ്രൊഡക്ട്സ് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട് അവിടെ. ഇപ്പം അഴകിൽ അങ്ങനെ ഹെർബൽ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു നീഷിൽ ഏതെങ്കിലും ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം പരംപവിത്ര ഒരു പക്ക ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ സീസോൾ പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ലൈക്ക് സ്കിന്നിന് ബെസ്റ്റ് ആണ്. ഓർഗാനിക് പ്രൊഡക്ട്സ് ഉണ്ട് അതില്. അപ്പം മിനറൽ പ്രൊഡക്റ്റ് ആണ്. ഓർഗാനിക് പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ കാമ ആയുർവേദ പോലുള്ള അപ്പം ഈ ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നമ്മൾ സലൂണില് ലോറിയലിന്റെ അല്ലെങ്കിൽ ഇപ്പം
സലൂൺ യൂസ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ അല്ലെങ്കിൽ ഷാംപൂ മാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സലൂൺ യൂസ് എന്ന് പറഞ്ഞിട്ട് സലൂൺ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട്. അങ്ങനെ അത് വേറെ തന്നെ ഉണ്ട്. അതെ. ഈ സ്പായിന്റെ ക്രീമൊക്കെ പ്രത്യേകിച്ച് കാണാം സലൂൺ. ഇത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും ഈ ലോറിയലിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഇല്ല, ശ്രദ്ധിച്ചിട്ട്. ഇത് രണ്ട് തന്നെയാ, രണ്ടും ലോറിയലിന്റെ കമ്പനി തന്നെ ഇറക്കുന്നതിന്. രണ്ട് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്, റിസൾട്ട് വ്യത്യാസം ഉണ്ട്. ഓഹോ, ഓക്കെ. അപ്പൊ അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഹെർബൽ പ്രൊഡക്ട്സിന്റെ കേസിലാണെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ഈ പിന്നെ ഈ ഒരു ഹെർബൽ ഓർഗാനിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതിലൊരു ഒരു ഒരു അതിന്റെ ഒരു പോസിബിലിറ്റി എന്തായിരിക്കും ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക്? അത് കൂടുകയുള്ളൂ. കാരണം ഇപ്പൊ എല്ലാവർക്കും കുറച്ചും കൂടി അറിവ് വന്നു തുടങ്ങി. മാക്സിമം അവര് കറക്റ്റ് ചോദിക്കും, എനിക്ക് ഇന്ന സംഭവങ്ങൾ നിങ്ങൾ ആ പാക്കറ്റിൽ ആഡഡ് അല്ലല്ലോ എന്നുള്ളത് ചോദിക്കും, ഇന്ന് ഇൻഗ്രീഡിയന്റ് ഇല്ലല്ലോ. അഴകിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അഴകിനെ പറ്റിയിട്ട് ഇതൊക്കെ തന്നെ. അഴകിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരുവിധം സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇപ്പം എന്നെ കുറിച്ചിട്ടാണെങ്കിലും ഞാൻ ഇപ്പം എൻ്റെ ഒരു ഡ്രീം പറയുന്നത്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ചോദിക്കില്ല എന്താ നിങ്ങളുടെ ഡ്രീം, ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്ന്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഡോക്ടറും ടീച്ചറും ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു മേഖലയിൽ ഒരു ചെയറിൽ ഒരു ബെഞ്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നോക്കുമ്പം ഞാൻ വളർന്നു വരുമ്പോൾ ഇപ്പം എല്ലാം കൂടി എന്നുവെച്ചാൽ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഞാനൊരു ഡോക്ടർ ആവുന്നുണ്ട്, കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഞാനൊരു ടീച്ചർ ആവുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ആ ഡ്രീമിലേക്ക് ഞാൻ എത്തിപ്പെടുക ചെയ്തത്. അപ്പൊ അഴക് ശരിക്കും എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. അത് എപ്പോഴും ലൈക്ക് അതിന് ആ ഒരു ട്രസ്റ്റിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ഇഷ്ടം. അപ്പം ബാക്കിയുള്ളത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് എന്താ ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അതെപ്പോഴും മുന്നോട്ട് പോകും. ഒരുപാട് മുന്നോട്ട് പോകട്ടെ.